സാൻഡ്വിച്ച് നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. ഇതുവരെ നമ്മളൊന്നും പറഞ്ഞില്ല. 2021 ആദ്യത്തെ വീഡിയോ. ഫോളോവേഴ്സ് കൂടിയായെങ്കിൽ നമ്മൾ ഇതിനെ പിന്തുടരും. ബ്രെഡ് പോക്കറ്റ്, കട്ട്ലേറ്റ്, സമൂസ, ഉഴുന്നുവട, പരിപ്പുവട, എല്ലാ ഐറ്റങ്ങളും പറഞ്ഞു. ആ ആ സാൻഡ്വിച്ചിൽ ചേർന്ന ഐറ്റങ്ങളെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞുതരും. ഈ യൂട്യൂബർമാരെന്ന് പറഞ്ഞാൽ അവർ പകുതി കാര്യം പറഞ്ഞു കൊടുക്കില്ല. അവർ പറയുന്ന കാര്യത്തിനകത്ത് ഒരുപാട് കള്ളത്തരം. അവന്മാർ നേരെ പഠിച്ചിട്ടല്ല, അല്ലെങ്കിൽ അവർ ചെയ്തു നോക്കിയിട്ടല്ല. അവർ വേറെ ഏതെങ്കിലും ഒരു യൂട്യൂബിൽ നിന്ന് കൊണ്ട് കാണും, കുറച്ച് കാണും, എന്നിട്ട് അത് ഇത് വാങ്ങിക്കൊണ്ട് വെച്ച് അടിച്ച് സെറ്റ് ചെയ്യേക്കാണ് പരിപാടി. അപ്പുറത്തെ വീഡിയോ നിന്നിട്ട് ഇപ്പുറത്തോടെ ഇട്ട് അവർ ഉണ്ടാക്കി ഒപ്പിക്കാനായിട്ട് വേറെ ഏതെങ്കിലും ഫോട്ടോസ് കൂടെ എടുത്ത് ആ ഇല്ല, അത് നടുക്കം മറ്റേ വീഡിയോയിലില്ല. മറ്റേ പഴയ വീഡിയോയിൽ ഉണ്ടെങ്കിലല്ലേ അവരിങ്ങനെ നടുക്കം. ആ ആ ആ അത് ആ നാട്ടുകാർ നോക്കിയിട്ട് തല കാണാനില്ല. ആ വലിയ വീഡിയോ. ഇത് മിക്കവരും സാൻഡ്വിച്ച് ചെയ്താലും ബ്രെഡ് പോക്കറ്റ് ചെയ്താലും ബൾക്കർ ചെയ്താലും ഏത് ഐറ്റം ചെയ്താലും ഇവർ സ്വന്തമായിട്ട് ഇവർ കണ്ടുപിടിച്ചതോ അവരുടെ അനുഭവത്തിൽ നിന്നോ ഒന്നും അല്ല അവർ ചെയ്യുന്നത്. അവർ ഏതെങ്കിലും ഒരു വീഡിയോ കാണും, റൈറ്റിങ്ങിന് വേണ്ടി കുറച്ച് അതിൽ നിന്ന് കട്ട് ചെയ്യും, ബാക്കി കുറച്ച് ആ ഏതാ ഇല്ല വീഡിയോ ആക്കി ഞാൻ അപ്ലോഡ് ചെയ്ത് ഇല്ല ഇല്ല ആ ഗാലറിയിലുണ്ട്. ആ ആ ഞാൻ നമ്മളിതിൽ വച്ചത് ക്യാരറ്റ്, കുക്കുമ്പർ, ക്യാബേജ്. ഇത് ഓംപ്ലേറ്റാണ്. ഓരോ മുട്ട കൊണ്ട് ഓംപ്ലേറ്റ്. ഓക്കെ, ഇതൊക്കെ നമ്മളെ പണി സാധനങ്ങളാണ് മഹാരാജാവ്. ഓക്കെ, എറണാകുളത്തിന് പോയപ്പോഴാ? ആ ആ ആ ഇത് നമ്മൾ ഈ മയോണൈസ് ഇത്രയും വച്ചില്ലെങ്കിൽ ഈ ബ്രെഡ് ഇത്രയും കട്ടിയുള്ളത് കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഡ്രൈ ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മയോണൈസ് ഇതിൻ്റെ പുറത്ത് വയ്ക്കണം.
ആ വീഡിയോയില ഇടയ്ക്കിടയ്ക്ക് അത് വന്നോട്ടെ. ഈ ആളില്ലാത്ത ഇരുട്ടത്ത് വെച്ചുണ്ടാക്കണമെന്ന് അറിയില്ലല്ലോ. ഓക്കെ, അതിനകത്ത് വയ്ക്കുമ്പം കറക്റ്റ് കോണുകൾ കറക്റ്റാണ്. കോണുകൾ കറക്റ്റായാലേ ഇത് കട്ട് ചെയ്യാൻ കിട്ടുള്ളൂ. ആ ആ രണ്ടാമത് വോയിസ് എനിക്ക് അറിഞ്ഞും കൂടെ. അതൊക്കെ രണ്ടെണ്ണമായ ആ വോയിസ് ടൈമിങ് കൂടെ കറക്റ്റ് ആവണ്ടേ, അതാ വിഷയം. ഇത് നമുക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാം. അപ്പം നോക്കാം, ആൾക്കാർ തെറി വിളിക്കണം. എൻ്റെ മയില് കണ്ടത് മതി. മൂന്നാമത്തെ ആൾക്കാർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് എല്ലാം കുറച്ച് ടെക്നിക്കിൽ ഈ ചെയ്യുന്നവർ മാറ്റി വെച്ചിട്ട് പറയുള്ളൂ. എന്നാൽ പൂർണ്ണമായിട്ടും ഇവർക്ക് പറയാൻ അറിയാത്തതുകൊണ്ട് ഇവർക്ക് ചെയ്തുള്ള പരിചയമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരും തെറ്റുവന്നൊരു കാര്യമില്ല. ഞാൻ ഇന്നലെ ഒരു നാരങ്ങ അച്ചാർ ഇടുന്നൊരു വീഡിയോ കണ്ട് ആ നാരങ്ങ അച്ചാർ അങ്ങനെ അല്ല യഥാർത്ഥത്തിൽ ഇടാറുണ്ട്. ഓക്കെ, 4 കാറ്ററിംഗ് ഒരു ദിവസം നമ്മളിട്ട് നോക്കി ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ജനങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്താം. അല്ലാതെ നമുക്ക് അത് അറിഞ്ഞുകൂടാ, വരന്തും പോലാതെ ഇട്ട് ജനങ്ങളോട് പറഞ്ഞ് പരിചയപ്പെടുന്നതായിരിക്കും. ഓക്കെ, 5 എണ്ണായേ. അഞ്ചെണ്ണമായി ഇതിനെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കണേ. കട്ട് ചെയ്യുന്നത് കറക്റ്റ് കോണ് തന്നെ കട്ട് ചെയ്യണം കേട്ടോ. നമ്മളിപ്പോൾ ഇതെല്ലാം നല്ല മാർബിളിൻ്റെ പീസായതുകൊണ്ട് എല്ലാം അടിപൊളിയാണ്. വരുമ്പോഴേ ഇതിനൊരു 10 മിനിറ്റ് നടന്നോട്ടെ. ആര് കിടന്നോട്ടെ? 30 എന്നെ കണ്ട ആടും നേരം കിടക്കുന്ന
പുള്ളി ഇന്നലെ ന്യൂ ഇയർ ആയതുകൊണ്ട് കെട്ടുകൂടാ കടന്ന് ആടുന്നത്, അല്ലാതെ വേറെ പണിയെടുത്തിട്ട് ആടുന്നതല്ല. ന്യൂ ഇയർ ആയതുകൊണ്ട് അടിച്ചതിൻ്റെ കെട്ടുവിടാതെ കടന്ന് ആടുന്നത്. നിങ്ങളോർത്ത് പണിയെടുത്ത് ക്ഷീണിച്ചിട്ട് കിടന്ന് ആടണേണ്. ഈ പേപ്പറിനാണ് നമ്മൾ പാഴ്സലാക്കുന്നത്. ഇപ്പോൾ പാഴ്സലാക്കാം. അതെ, വീഡിയോ ഞാൻ കൊണ്ടുവന്നുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ കരിയാ. ഇത് കഴിഞ്ഞിട്ട് ഒരു ദിവസം നല്ല ബ്രെഡ് പോക്കറ്റ് ചെയ്യുന്നൊരു വീഡിയോ ചെയ്യണം, അടിപൊളിയായിട്ട്. അത് ബ്രെഡ് പോക്കറ്റ് ചെയ്യുന്നൊരു വീഡിയോ ചെയ്യണം നല്ല അടിപൊളിയായിട്ട്. ഇതാണ് സംഭവം. ഇത് നല്ല ക്വാണ്ടിറ്റിയുള്ള ബ്രെഡാണ്. ഒരു കിലോ വെയിറ്റുള്ള ബ്രെഡിലാണ് നമ്മളിത് ചെയ്യുന്നത്. സാധാരണ ഒരുപാടുപ്പെട്ടവരെല്ലാം ചെയ്യുന്നത് ചെറിയ ബ്രെഡിലാണ്. സാൻഡ്വിച്ച് ബ്രെഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിലെടുക്കാൻ പറ്റാത്ത വളരെ നൈസ് ബ്രെഡാണ് മിക്ക എല്ലാവരും ചെയ്യുന്നത്. നമ്മൾ ഇതിനു വേണ്ടി പറഞ്ഞ് വലിയ ബ്രെഡ് കമ്പനിക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ് ഇത് ചെയ്യണത്. പിന്നെ അതുപോയിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു സിംഗിൾ ഓംപ്ലേറ്റ് ഉണ്ട്. ഇതാണ് നമ്മൾ ചെയ്ത ജോലിയുടെ ഫലം.